ബെസ്റ്റ് കപ്പിൾസിനുള്ള സമ്മാനം നേടുന്ന സച്ചിയെയും രേവതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ ശ്രുതിയും ശ്രുതിയുമായിരിക്കും മത്സരത്തിൽ വിജയിക്കുന്നതെന്ന് ഉറപ്പിക്കുന്ന ചന്ദ്രമതി ശ്രുതിക്കും ശ്രുതിക്കും വൻ സ്വീകരണം ഏർപ്പാടാക്കുന്നു. ശേഷം മാലയിട്ട് വാദ്യമേളത്തോടെ തന്നെ ശ്രുതിയെയും വീട്ടിലേക്ക് ആനയിക്കണമെന്ന് ചന്ദ്രമതി അവരോട് പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രുതിയെയും കണ്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചന്ദ്രമതി ഇരുവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് മത്സരത്തിൽ ശ്രുതിയും തോറ്റതറിഞ്ഞ് ചന്ദ്രമതിക്ക് ആകെ നിരാശയാവുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രീകാന്തും വർഷയും ജയിച്ചു എന്നോർത്ത് സന്തോഷിക്കുന്ന ചന്ദ്രമതി അവരും തോറ്റു എന്നറിയുന്നതോടെ ആകെ നിരാശയാവുന്നു. ഇതേസമയം ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ട്രോഫിയും 1,00,000 രൂപയുടെ ചെക്കുമായി വരുന്ന സച്ചിയെയും രേവതിയെയും കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നെങ്കിലും രവീന്ദ്രൻ ഒരുപാട് സന്തോഷമാകുന്നു. തുടർന്ന് രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ചന്ദ്രമതിയെ കൊണ്ട് സച്ചിയെയും രേവതിയെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ എങ്ങനെയാണ് മത്സരത്തിൽ തോറ്റതെന്ന് ചോദിക്കുന്ന ചന്ദ്രമതിയോട് ഞങ്ങൾ തോറ്റത് ജഡ്ജസിന്റെ കുറ്റമാണെന്ന് ശ്രുതി പറയുന്നു. ഇതിനിടയിൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചതിന്റെ സന്തോഷം സച്ചിയും രേവതിയും പങ്കുവയ്ക്കുന്നു. ഇതേസമയം ചന്ദ്രമതിയും ശ്രുതിയും അവിടേക്ക് എത്തുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ കളിയാക്കിയതിന് സച്ചിയും രേവതിയും കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.